മാപ്പ യാക്കൂബ് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് വിട്ടു തരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സ്നേഹിതന്മാരെ കുറച്ച് ദൂരത്താണ് മക്കള് കോൺഫറൻസ് കൂടിയത്. അവിടെ തീരുമാനമെടുത്തത്. യാക്കൂബ് നബിക്ക് അത് കേൾക്കാൻ സാധിച്ചോ? കണ്ണിനോട് കാണാൻ സാധിച്ചോ? ഒന്നുമില്ല. അദ്ദേഹം ഇത് നേരാണെന്ന് വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. മകനെ വിളിച്ച് കുളിപ്പിച്ചു കൊടുക്കുകയാണ്, പുതിയ വസ്ത്രം ധരിപ്പിക്കുകയാണ്, ഉമ്മ കൊടുക്കുകയാണ്. മക്കളെ വൈകുന്നേരം കൊണ്ടുവരണട്ടോ എന്ന് പറഞ്ഞു. കുറച്ച് ദൂരെ എത്തി. കാട് യാക്കൂബ് നബിന്റെ വീട്ടിൽ നിന്ന് ഏർവാടിക്കും നിലമ്പൂരിക്കും മൈലാശ്ശേരിക്കുമുള്ള ദൂരമില്ല, അല്പം ദൂരം മാത്രമേ ഉള്ളൂ. സ്നേഹിതന്മാരെ യൂസുഫിനെ പിടിച്ച് ഉപദ്രവിക്കുകയാണ്, അദ്ദേഹത്തെ തല്ലാണ്, കരയാണ്. ഉപ്പാന്റെ കരാറുകൾ പാലിക്കണട്ടോ. യാക്കൂബ് നബി ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങളെ കേൾവി ശക്തിയായ യാക്കൂബ് നബിക്കുള്ളൂ. അങ്ങനെ കിണറ്റിലിടുകയാണ്. യാക്കൂബ് നബി ഇത് കണ്ടോ? ഇല്ല. നിങ്ങളെ കാഴ്ച ശക്തിയെ യാക്കൂബ് നബിക്കുള്ളൂ. അങ്ങനെ കിണറ്റിലിട്ട് ഒരു ആടിനെ എടുത്ത് അറുക്കുകയാണ്. യാക്കൂബ് നബി ഇത് കാണുന്നുണ്ടോ? ആടിനെ അറുക്കുന്നതും തന്റെ മകന്റെ വസ്ത്രത്തിൽ പുരട്ടുന്നതും ഒന്നും കാണുന്നില്ല. സ്നേഹിതന്മാരെ, അദ്ദേഹത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ നിഷ്ക്രിയമാകുകയാണ്. പഞ്ചേന്ദ്രിയം കൊണ്ട് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കണില്ല. വസ്ത്രവുമായി വരികയാണ്. പരിശോധിച്ച് നോക്കുമ്പം ചെന്നായ പിടിച്ചത് കാണുന്നില്ല. ആരബൽ സവ്വലത്തിലേക്കും അംഫുസുക്കും അമ്രൻ, എന്തോ നിങ്ങളെ മനസ്സ് ചെയ്യാൻ പറ അത് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് വാസനിച്ചും കൊണ്ട് ഇത് ആട്ടിന്റെ രക്താന്ന് മനസ്സിലാക്കാൻ സാധിച്ചോ? ആ കഴിവരെ യാക്കൂബിനുണ്ടായില്ല. പക്ഷെ ഒരു അറബുകാരനാണെങ്കിൽ ചിലപ്പോൾ വസ്ത്രം വാസനിച്ചിട്ട് ഇത് ആടിന്റെ രക്തത്തിന്റെ വാസനയാന്ന് പറയാൻ സാധിച്ചെന്ന് വരും. ആടിനർത്ഥതാണ്, പുറ്റിയതാണ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വാസനിച്ച് നോക്കിയാൽ ചിലപ്പോൾ മനുഷ്യന്റെ രക്തത്തിന്റെ വാസനയും ആട്ടിന്റെ രക്തത്തിന്റെ വാസനയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ചിലക്ക് സാധിച്ചെന്ന് വരും. അങ്ങനെ മൂക്കുകൊണ്ടോ കണ്ണുകൊണ്ട് നോക്കിയിട്ട് അറിയാൻ സാധിച്ചോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ച് ചെന്നായി പിടിച്ചതാണെങ്കിൽ വസ്ത്രത്തിന് ഒരു കീറലെങ്കിലും ഉണ്ടാണ്ടേ? സുരക്ഷിതമായ വസ്ത്രം അങ്ങനെ അക്കൽ കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി എന്തോ ചെയ്യാൻ കൽപ്പിച്ചിരിക്കണെന്നുള്ളത് സമയമല്ല സ്നേഹിതന്മാരെ. അങ്ങനെ യാത്രക്കാർ കൊണ്ടുപോയി. ഈജിപ്തിലെ രാജാവായി, മന്ത്രിയായി, കെനാല് പട്ടിണിയായി, മക്കളെ പറഞ്ഞയച്ചൊക്കെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ മോൻ്റെ അടുത്തേക്കാന്നറിയോ? ഇല്ല. യാചിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഭക്ഷണം കൊടുത്ത് രണ്ടാം പ്രാവശ്യം ബിന്യാമിനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. ബിന്യാമിനെയും ചതിയിൽപ്പെടും, അപകടപ്പെടുമെങ്കിൽ ബിന്യാമിനെ വിട്ടുകൊടുക്കോ? മോഷ്ടിച്ച് നട പിടിച്ച് നേരല്ല. 40 കൊല്ലം. ജലാലിനി പറയാം 40 വർഷം. റാസി പറയും 70 വർഷമായിട്ടാണ് യൂസുഫ മന്ത്രി അസീസ് എൻ്റെ മകൻ യൂസുഫാന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തൗഹീദ് സമഗ്രവർണ്ണം എന്നൊരു പുസ്തകമുണ്ട്. അതിലൊരു മുസ്ലിയാർ എഴുതുന്നത്, നബിമാരോ ഔലിയാക്കളോ ഒരു അദൃശ്യകാര്യം അറിയാൻ ആഗ്രഹിച്ചാൽ ഉടനടി അറിയിച്ചു കൊടുക്കും. നമ്മുടെ തെളിവിന്റെ മുമ്പിൽ തോറ്റപ്പെന്ന് പറഞ്ഞ് നബിമാർക്ക് അദൃശ്യം അറിയാനുള്ള കഴിവില്ല, ഔലിയാക്കൾക്ക് അദൃശ്യം അറിയാനുള്ള കഴിവില്ല. അത് ഞങ്ങളും സമ്മതിക്കണ്. പക്ഷെ ഒരു പ്രവാചകൻ അദൃശ്യം അറിയണമെന്ന് ആഗ്രഹിച്ചാൽ ഉടനെ തന്നെ അറിയിച്ചു കൊടുക്കും. ഒരു വലിയ അയാൾ മരിച്ചു കിടക്കുന്നവനാവട്ടെ, ഇന്ന ജാറത്തിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന വലിയന് സ്വയമായൊരു കഴിവില്ല എന്ന് ഞങ്ങൾ പറയാണ്. ദൃശ്യമായതുവരെ കാണാനുള്ള കഴിവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആ കബറിൽ കിടക്കുന്ന വലിയ ആളോട് സങ്കടം വന്ന് പറഞ്ഞാല്, മാല പോയിക്കണെന്ന് പറഞ്ഞാല് ഉടനെ തന്നെ അവളെ അറിയിച്ചു കൊടുക്കുക, മാല എവിടെ ഉണ്ട്, ഇന്ന സ്ഥലത്തുണ്ട്. ഇങ്ങനെ ഉടനെ വലിയോ ഒരു നബിയോ അദൃശ്യകാര്യം അറിയണമെന്ന് വിചാരിച്ചാൽ ഉടനെ തന്നെ അറിയിച്ചു കൊടുക്കുന്ന. അവസാന പ്ലേറ്റ് ഒന്ന് മാറ്റി. ഇതുവരെ അവരുടെ കഴിവിന് അസാധാരണ കഴിവുണ്ട്. നബി പറഞ്ഞിക്കണ്, നിങ്ങളെ കണ്ണ് ഞാനാവുന്ന്, എൻ്റെ ചെവി നിങ്ങളെ ചെവിയാവുന്ന് പറഞ്ഞിക്കണ്. നിങ്ങൾ കണ്ണിനും ചെവിക്കും ഒരു കഴിവ് കിട്ടും, ലഭിക്കുമെന്ന് പറഞ്ഞവര് ഇത്തരം ചരിത്ര സംഭവങ്ങൾ എടുത്തു പറയാ. യാക്കൂബ് നബിന്റെ കണ്ണിനും കേൾവിക്കും അസാധാരണ സിദ്ധി കിട്ടിയോ? അദ്ദേഹം പ്രവാചകനായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം തെളിവിന്റെ മുമ്പിൽ ഉത്തരം മുട്ടുമ്പം പറയുന്നതാണ്, അതിന് കഴിവ് കൊടുത്ത് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അവർ ഉദ്ദേശിക്കുമ്പോൾ പഠിച്ചോണ്ട് അറിയിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പറയുന്ന തത്വം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഉദ്ദേശിക്കുമ്പോൾ അറിയിച്ചു കൊടുക്കും.
ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ വബിയല്ലത്ത് ഐനാഹു വഹുവ കലീം. യാക്കൂബ് നബി മകനെ കാണാതെ കരഞ്ഞു കാരണം കണ്ണിന്റെ കാശ് നഷ്ടപ്പെടുക. 40 വർഷം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹ് രഹസ്യം കാണുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രവുമായി സഹോദരന്മാർ വരിക. പടച്ചോൻ മൂജിസത്തിലൂടെ ജലാലിനി വരെ കാണാം. കാറ്റിലൂടെ പടച്ചോൻ മൂജിസത്തെ നിലക്ക് യാക്കൂബ് നബിക്ക് വാസന അനുഭവിപ്പിച്ചു കൊടുത്ത്. അപ്പൊ അടുത്തിക്കണ മക്കൾ അറിയാത്ത നിലക്ക് മൂക്കിന് അസാധാരണ കഴിവ് കിട്ടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി അജിദു റീഹ യൂസുഫ ലൗലാ അൻ തുഫന്നിതൂൻ. എനിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിക്കണെന്ന് മക്കളെ നിങ്ങൾ പറയില്ല എന്നുവെങ്കിൽ ഞാൻ യൂസുഫിന്റെ വാസന അനുഭവപ്പെടുക. എന്തുകൊണ്ട് സുഹൃത്തുക്കളെ? 40 കൊല്ലം ഈജിപ്തിൽ, കനാനും ഈജിപ്തും അത്ര മൈലുകൾ ദൂരല്ല, വലിയ ദൂരല്ല. 40 കൊല്ലം എന്തുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മൂക്കിന് അസാധാരണ വാസന അനുഭവപ്പെട്ട് മകൻ ഈജിപ്തിലുണ്ടെന്ന് മനസ്സിലായില്ല? അപ്പോൾ തഫ്സീർ ജലാലൈനി വരെ പറയാണ്, കാറ്റിലൂടെ പടച്ചവരിൽ മൂജിത്ത് എന്ന നിലക്ക് യൂസുഫിന്റെ വാസന യാക്കൂബ് നബിക്ക് എത്തിച്ചു കൊടുത്തതാണ് കാരണം. അതുകൊണ്ടാണ് മനസ്സിലാക്കിയത് എന്ന് ഇമാം റാസി പറഞ്ഞത്. 70 കൊല്ലം, 70 വർഷം. ചെറിയ കുട്ടിയായിരുന്നില്ലേ? കിണറ്റിന് രക്ഷപ്പെട്ട് യുവാവായി, രാജാവായി. ചുരുങ്ങിയത് 70 വർഷം പോട്ടെ. സുയൂത്തി പറഞ്ഞ ആ 40 വർഷത്തിലേക്ക് നമുക്ക് മടങ്ങാം. ഇത് എന്തിനാണ് അള്ളാഹ് പറഞ്ഞത്? ഇത് വെച്ച് നിങ്ങൾ നോക്കി. ഇനി നമ്മുടെ വിശ്വാസം എന്താ? നിലമ്പൂര് മൈലാശ്ശേരി എന്ന് പറയും ഒരു വേലായുധന്, ഓന് ജിന്ന് പൂജകനാണ്. ജിന്നിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അദൃശ്യം അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് ഈ റംസാൻ മാസത്തിൽ നിങ്ങൾ ചെന്ന് നോക്കൂ. ഈ പരിശുദ്ധ നോമ്പ് നോറ്റിട്ട് ആജിയമാര് ക്യൂ നിൽക്കുക. മുസ്ലിം സ്ത്രീകൾ ഫർദ ധരിച്ച് ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ് ക്യൂ നിൽക്കുന്നത്? ഒരു ഡോക്ടർ മുന്നിൽ ഇപ്പൊ പന്നിപ്പനി ബാധിച്ചല്ലോ, ഒന്നിനും കൊള്ളാത്ത ഡോക്ടർമാരെ മുന്നിൽ വരെ ജനങ്ങൾ ക്യൂ നിൽക്കുക. അങ്ങനെ ക്യൂ നിൽക്കുകയാണോ? അല്ല. പിന്നെന്തിനാണ്? തന്റെ മാര പോയിട്ടുണ്ട്, തന്റെ ഭാവിയെ കുറിച്ച് അറിയണം. കൂട്ടത്തിൽ മന്ത്രിമാരുണ്ടാവും, MLA മാരുണ്ടാവും. മൈലാശ്ശേരി വേലായുധൻ ക്യൂ നിൽക്കുകയാണ്. എന്തിന്? ഇങ്ങനെ ജിന്നിനെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് അദൃശ്യം അറിയാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത്. അപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെക്കാളും അദൃശ്യം അറിയാനുള്ള കഴിവുള്ളത് ജിന്ന് പൂജകന്മാർക്കാണോ? ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഇനി അതുപോലെ തന്നെ ഓരോ തങ്ങന്മാരെ വീട്ടില്, ഓരോ സയ്യിദുമാരെ വീട്ടില്, ബീവിമാരെ വീട്ടില്, പണിക്കന്മാരെ വീട്ടില് ഈ പരിശുദ്ധ റംസാൻ മാസത്തിൽ നോമ്പും നോറ്റ് മുസ്ലിം സ്ത്രീ പുരുഷന്മാർ ക്യൂ നിൽക്കുക. എന്തിനു വേണ്ടിയാ സുഹൃത്തുക്കളെ ക്യൂ നിൽക്കുന്നത്? മാവേലി സ്റ്റോറിന്റെ മുന്നിൽ ക്യൂ മനുഷ്യന്മാർ നിൽക്കാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ക്യൂ നിൽക്കാറുണ്ട്. എന്തെങ്കിലും കണ്ടത് കിട്ടാൻ, കളവ് പോയത് അറിയിക്കാൻ വേണ്ടി. മൗലൈമാരെ വീട്ടിൽ മതവിധി ചോദിക്കാൻ വേണ്ടി ചിലപ്പോൾ ക്യൂ നിൽക്കാറുണ്ട്. അതേമാതിരിയാണോ ഈ സയ്യിദുമാരെയും തങ്ങന്മാരെയും അതുപോലെ ആൾ ദൈവങ്ങളുടെയും പണിക്കന്മാരുടെയും വീട്ടിൽ ക്യൂ നിൽക്കുന്നത് ജനങ്ങൾ? അല്ല. പിന്നെന്താ? മോന് ഗൾഫിൽ പോയിട്ടുണ്ട്, ജോലിയൊക്കെ നന്നാവണം, അല്ലെ മാര പോയിട്ടുണ്ട്, പുയ്യാപ്പിളിനെ കാണുന്നില്ല, അല്ലെ ഭാവിയെ കുറിച്ച് അറിയണം, എന്റെ ഭാവി എവിടേക്കാണ്, ഇത് അറിയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ മുസൽമാന്റെ കയ്യിൽ ഖുർആനില്ലേ? യാക്കൂബ് നബിയുടെ ചരിത്രം അവർ പഠിച്ചിട്ടില്ലേ?